സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറപിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറപിടിച്ചു. താരം തിരുകാരം തേടിയെത്തി എന്നെ മാറോടു ചേർത്തണച്ചു. താരം തിരുകാരം തേടിയെത്തി എന്നെ മാറോടു ചേർത്തണച്ചു. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമൻ യേശുവേ, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാൽ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കാൻ അനുദിനവും എന്നെ പരനേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കാൻ അനുദിനവും എന്നെ പരനേ. തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിടുക. തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിടുക. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ
സന്നാഹമോടെ സ്തുതി പാടിടും. നന്ദി കൊണ്ട് എൻ്റെ ഉള്ളം നമ്മെ നിറയുന്ന സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. എന്നെ അൻപോടു ദിനം തോറും നടത്തുന്ന പുണ്യദയനന്തം വന്ദനമേ. എൻ്റെ പുണ്യദയനന്തം വന്ദനമേ. ഓ അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാനന്തികയുള്ള മഹൽ ശക്തി നീയേ. മഹൽ ശക്തി നീയേ. കുറ്റം കൂടാതെ എന്നെ തേജസ്സിൽ മുൻപാകെ മുറ്റു നിർത്താൻ കഴിവുള്ളവനെ. എന്നെ മുറ്റും നിർത്താൻ കഴിവുള്ളവനെ. ഓ കുറ്റം കൂടാതെ എന്നെ തേജസ്സിൽ മുൻപാകെ മുറ്റും നിർത്താൻ കഴിവുള്ളവനെ. എന്നെ മുറ്റും നിർത്താൻ കഴിവുള്ളവനെ. എന്നോടുള്ള നിൻ സർവനന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. എന്നോടുള്ള നിൻ സർവനന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ മുൻപാകെ മുറ്റും നിർത്താൻ കഴിവുള്ളവനെ. എന്നെ മുറ്റും നിർത്താൻ കഴിവുള്ളവർ. സമർപ്പണത്തോടെ പറഞ്ഞാട്ടെ. കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ മുൻപാകെ മുറ്റും നിർത്താൻ കഴിവുള്ളവനെ. എന്നെ മുറ്റും നിർത്താൻ കഴിവുള്ളവനെ. മൽപ്രിയനേ എന്നേശുനായകനേ, എപ്പോൾ വരും മൽപ്രിയനേ. എന്നേശുനായകനേ, എപ്പോൾ വരും എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ. എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ. എന്നേശുവേ വാനമേഘേ വേഗം വന്നിടണേ. എന്നേശുവേ വാനമേഘേ വേഗം വന്നിടണേ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പണത്തോടെ കടന്നു വന്നാട്ടെ. കർത്താവേ,
ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, അങ്ങയെ കാണുവാൻ, അങ്ങയോടൊപ്പമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോക ജീവിതത്തിൽ കർത്താവെ, അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണമേ. കർത്താവെ, വിശുദ്ധിയോടെ ധൈര്യത്തോടെ ജീവിപ്പാൻ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഒരു പ്രാർത്ഥനയായി ശബ്ദങ്ങൾ ഉയരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥനയായി ഒന്ന് പറഞ്ഞാട്ടെ, എന്നെ സഹായിക്കണമേ കർത്താവേ, എന്നെ സഹായിക്കണമേ കർത്താവേ. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും നമ്മൾ അരിഷ്ടന്മാരത്രേ. ഇന്ന് ഭൗതിക കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞാട്ടെ, കർത്താവേ, ഈ ആയുസ്സിൽ മാത്രമല്ല ഞങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നത്. ഈ ആയുസ്സിനപ്പുറമായൊരു നിത്യത ഞങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. അതിലാണ് ഞങ്ങളുടെ കണ്ണ്, അതിലാണ് ഞങ്ങളുടെ പ്രത്യാശ. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞാട്ടെ, കർത്താവേ, അങ്ങയുടെ മുഖത്തെ കാണുവാൻ, അങ്ങയെ മുഖാമുഖമായി കണ്ട് അങ്ങയെ ഒന്ന് ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ തേജസ് പ്രാപിപ്പാനാണല്ലോ അങ്ങ് ഞങ്ങൾ വിളിച്ച് വേർതിരിച്ചത്. ആ ദൈവിക നിയോഗങ്ങളെ തികച്ചെടുപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോക മനുഷ്യർ പറയുന്നത് പോലെ തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ എന്ന് പറയുവാനല്ല, വചനം ഭക്ഷിക്കുവാൻ, ആത്മനദിയിൽ നിന്ന് കുടിക്കുവാൻ, മരിച്ചാലും ഒരു ഉയർപ്പ് ഞങ്ങൾക്കുണ്ടല്ലോ, ഒരു ഉയർപ്പ് ഞങ്ങൾക്കുണ്ടല്ലോ, അത് പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. തിന്നുക കുടിക്കുക മരിക്കുമല്ലോ നാളെ ചാകുമല്ലോ എന്ന് പറയുന്ന പ്രത്യാശയില്ലാത്ത മനുഷ്യരെ പോലെയല്ല, വചനം ഭക്ഷിച്ച് ആത്മനദിയിൽ നിന്ന് കുടിച്ച്, വചനം ഭക്ഷിച്ച് ബലപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ നദിയിൽ നിന്ന് കുടിച്ച് ഈ ജഡത്തെ പൊളിച്ചുകൊണ്ടൊരു നിത്യതയ്ക്ക്, ഒരു ഉയർപ്പിനായി ഞങ്ങൾ നോക്കി പാർക്കുന്നു കർത്താവേ. ആ പ്രത്യാശയും ധൈര്യമുള്ളവർ കരങ്ങളെല്ലാം ചേർത്തടിച്ച് നമുക്ക് ഒരുമിച്ച് ആ നല്ല കർത്താവിനെ കൃപയ്ക്കായി അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കരങ്ങളെല്ലാം ചേർത്തടിച്ച് പാടി കർത്താവിനെ സ്തുതിക്കാമല്ലോ. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയെന്തു നല്ലാശ്വാസം. ദുരിതങ്ങൾ നിറയുമീ ഭൂവാസം, കൃപയാൽ മനോഹരമായി. ദുരിതങ്ങൾ നിറയുമീ ഭൂവാസം, കൃപയാൽ മനോഹരമായി. കൃപയൊന്നൻ ആശ്രയം, ഹല്ലേലൂയ. കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയോ എന്നാശ്രയമായി. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയോ എന്നാശ്രയമായി. കൃപയൊന്നൻ ആശ്രയം, ഹല്ലേലൂയ. കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. എൻ്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, വൈരി ബലമവൻ തകർത്തല്ലോ. തൻ്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. തൻ്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപയൊന്നൻ ആശ്രയം, ഹല്ലേലൂയ. കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവന് നാളും. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. തിരുജീവനെ തന്നവനിനി
വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ഓ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. എൻ്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ബലമവൻ തകർത്തല്ലോ. എൻ്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, ഘോരവൈരിയൻ ബലമവൻ തകർത്തല്ലോ. തൻ്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. തൻ്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ, സ്തോത്രഗീതം പാടിടും ഞാൻ. കൃപ കൃപയൊന്നൻ ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ബലഹീനതയിൽ നല്ല ബലമേകും, മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയോ നിന്നാശ്രയമായി. ഇരുൾ പാതയിൽ അനുദിനമൊളി നൽകും, കൃപയോ നിന്നാശ്രയമായി. കൃപ കൃപ ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയോ നിൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവന് നാളും. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവന് നാളും. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. തിരുജീവനെ തന്നവനിനിമേലും കൃപയാൽ നടത്തുമെന്നെ. കൃപ കൃപയൊന്നൻ ആശ്രയം, ഹല്ലേലൂയ. കൃപ കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാളും. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാൽ. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാൽ. ഇനി തെല്ലും ഭയമില്ല, മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ല, എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. മണ്ണിലല്ല നിത്യവാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. മണ്ണിലല്ല നിത്യവാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. ഇനി വിണ്ണീല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെണ്ണി ഞാൻ പാർത്തിടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ
കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാൽ, കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാൽ, ഇനി തെല്ലും ഭയമില്ല മൃത്യുവിനെ നമ്മൾ വെല്ലു വിളിക്കുകയാ. ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കും നായതിനാ ഞാനും എന്നേക്കും ജീവിക്കയാ. എന്നേശു ജീവിക്കും നായതിനാ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതം എനിക്കെല്ലാം, ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതം എനിക്കെല്ലാം എന്നേശുവത്രേ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതം എനിക്കെല്ലാം എന്നേശുവത്രേ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതം എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, ഓ ജയം ഹല്ലേലൂയ, യേശുവിൻ നാമത്തിൽ ജയം 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 ജയം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ജയം 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 ജയം. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലിനെ തകർത്തതാകയാൽ ഇനി തെല്ലും ഭയമില്ല, ഇനി തെല്ലും ഭയമില്ല. പാപത്തിന്റെ മേൽ ജയമുണ്ട്, മരണത്തിന്റെ മേൽ ജയമുണ്ട്, പാതാള ശക്തികളുടെ മേൽ ജയമുണ്ട്, ശത്രുവിന്റെ തന്ത്രങ്ങളുടെ മേൽ ജയമുണ്ട്. യേശു സകലത്തിൽ മേലും ജയം കൊണ്ടാടിയതിനാൽ ജയം 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 ജയം. പരിശുദ്ധനെ പരിശുദ്ധനെ ജയം 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 ജയം. ഓ നന്ദി 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 നന്ദി. ജയത്തിന്റെ ആത്മാവിനെ, ജയിപ്പിക്കുന്ന ആത്മാവിനെ, പരിശുദ്ധ ആത്മാവിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. എല്ലാ മാലിന്യങ്ങളും എല്ലാ മരണത്തിന്റെ ആസക്തികളും യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകട്ടെ. എല്ലാ ഭാവാസക്തികളും എല്ലാ ദുഷ്ടന്റെ പദ്ധതികളും എല്ലാ ദുഷ്ടന്റെ പദ്ധതികളും നിരൂപണങ്ങളും ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന്, ഞങ്ങളുടെ മനസ്സിൽ നിന്ന്, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ നിയോഗങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ, 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 മാറിപ്പോകട്ടെ. ശുശ്രൂഷകളുടെ മേൽ ജയത്തെ കൽപ്പിക്കുന്നു. ശുശ്രൂഷകളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യത്തെ കൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യം എല്ലാ പരിശുദ്ധാത്മാവിന്റെ പദ്ധതികളുടെ മേലും അവരെ ഞങ്ങൾ സ്വീകരിക്കുന്നു, ഞങ്ങൾ അതിനെ സ്വീകരിക്കുന്നു. ദുഷ്ടന്റെ പദ്ധതിയുടെ മേൽ ജയത്തെ കൽപ്പിക്കുന്നു, ദുഷ്ടന്റെ പദ്ധതിയുടെ മേൽ ജയത്തെ കൽപ്പിക്കുന്നു.
ശുശ്രൂഷകളുടെ മേൽ, ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ ശത്രു കൊണ്ടിട്ടിരിക്കുന്ന എല്ലാ പദ്ധതികളുടെ മേൽ ഞങ്ങൾ ജയത്തെ കൽപ്പിക്കുന്നു. ജയം, 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 ജയം. ദൈവത്തിന്റെ മഹത്വം, 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 ദൈവത്തിന്റെ മഹത്വം. ദൈവശക്തിയാൽ നിറയട്ടെ, ദൈവശക്തിയാൽ നിറയട്ടെ, അഭിഷേകത്താൽ നിറയട്ടെ, അഭിഷേകത്താൽ നിറയട്ടെ, അഭിഷേകത്താൽ നിറയട്ടെ, അഭിഷേകത്താൽ നിറയട്ടെ. ഉടാധര ശബരിക ധരമല ദുരാമല ദിഗാരക ഉടാവര ധീരാമല ദുരാമല ധീരാമല ദീവാധാര ഹദരക നഗരക. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നല്ലോ, ദൈവകൃപ അനുഭവിക്കുന്നല്ലോ, അഭിഷേകം ജ്വലിക്കുന്നല്ലോ, ആത്മബലം വെളിപ്പെടുന്നല്ലോ. അധികാരം, അധികാരം, അഭിഷേകം, അഭിഷേകം, ആത്മബലം ഇവിടെ വെളിപ്പെടട്ടെ. ദൈവ സാന്നിധ്യം അനുഭവിക്കട്ടെ. എല്ലാവരും കരങ്ങൾ തട്ടി ആത്മാവിൽ പാടി, അന്യഭാഷകളിൽ പാടി ദൈവത്തിന്റെ മഹത്വം കൊടുക്കട്ടെ. ശക്തിയോട് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം, ദൈവത്തിന്റെ മഹത്വം കൊടുക്കാം, ആരാധന കർത്താവിന് അർപ്പിക്കാം, സ്തുതികൾ ദൈവത്തിന് അർപ്പിക്കാം. ശക്തി, 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 അഭിഷേകം, 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 ദൈവശക്തി, 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 ആത്മനിറവ്, 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 അഭിഷേകം ജ്വലിക്കട്ടെ, ആത്മബലം വെളിപ്പെടട്ടെ, ദൈവ സാന്നിധ്യം അനുഭവിക്കട്ടെ. ഹല്ലേലൂയ. Thank you, Jesus. കർത്താവിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. പിതാവേ, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ. ആരാധ്യനേ, സ്തുതിക്ക് യോഗ്യനേ, മഹത്വത്തിന് യോഗ്യനേ.
ദൈവവചനവുമായി എഴുന്നേൽപ്പിച്ച് നിർത്തിയ ദൈവത്തിന് സകല മഹത്വവും ഞാൻ കരയേറ്റുകയാണ്. ആമേൻ. ആയുസ്സും ആരോഗ്യവും നൽകി, ബലത്തെ നൽകി, ദുഷ്ടൻ തൊടാതെ കാത്ത് ഇവിടെയുള്ള ദൈവമക്കളോട് ഒരുമിച്ച് കർത്താവാക്കി, ബലം നൽകി, ശക്തി നൽകി, സമയം നൽകി, സാവകാശം നൽകി, എല്ലാറ്റിനായി നന്ദി പറയും. ആമേൻ. ദൈവത്തിൻ്റെ വചനവും കർത്താവിൻ്റെ സാക്ഷ്യവും നിമിത്തം ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിന് സകല മഹത്വവും കരേറ്റിക്കൊണ്ട ഒന്ന് രണ്ട് ആത്മീക ചിന്തകൾ തിരുവചനത്തിൽ നിന്ന് പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വളരെ പ്രാർത്ഥനാപൂർവം നമുക്കായിരിക്കാം. 35-ാമത്തെ സങ്കീർത്തനത്തിലെ 7-ാമത്തെ വാക്യം ആദ്യം വായിക്കണം. അതിനുശേഷം 19-ാമത്തെ വാക്യം വായിക്കണം. അതിനുശേഷം 27-ാമത്തെ വാക്യവും വായിക്കണം. ഞാൻ ആവർത്തിക്കുന്നു. Psalms 35 verse 7, 19 and 27. ഈ 3 വാക്യങ്ങൾ ദൈവനാമമഹത്വത്തിനായി ശബ്ദമുയർത്തി വായിക്കുമല്ലോ. മതി. 2 പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഒരേ നിലകളിലുള്ള പദം. ഒന്ന് കാരണം കൂടാതെ. കാരണം കൂടാതെ. അതേ വാക്യത്തിൽ തന്നെ കാണുന്നു വീണ്ടും കാരണം കൂടാതെ. 19-ാം വാക്യം. അവിടെയും ഒരു പദം ഇങ്ങനെ കാണുന്നു, കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നു. അവിടെയും ആവർത്തിച്ച് പറയുന്ന ഒരു പദമാണ് കാരണം കൂടാതെ. വിത്തൗട്ട് റീസൺ. ഒരു കാരണവുമില്ല. സ്തോത്രം. ഈ സങ്കീർത്തനത്തിൽ ആവർത്തിച്ച് പല നിലകളിൽ അങ്ങനെയുള്ള പദങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അറിയാത്ത കാര്യങ്ങൾ, വെറുതെ ശത്രുക്കളാകുന്നവര് 19-ൽ തന്നെ അത് കാണുന്നു. വെറുതെ ശത്രുക്കളാകുന്നു. ഇതിൻ്റെ എല്ലാം റിസൾട്ടാണ് ഞാൻ മൂന്നാമത് പറഞ്ഞ വാക്യം. 27-ാമത്തെ വാക്യമാണ്. വേഴ്സ് 27. തൻ്റെ ദാസന്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവനെന്ന് അവരെപ്പോഴും പറയട്ടെ. വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യും ഇന്ന് പകൽ. ഈ വിഷയം പഠനവിധേയമാക്കുമ്പോൾ നാം അറിയാതെ കാരണം കൂടാതെ എന്തെല്ലാം കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നുണ്ട്. കാരണം കൂടാതെ എന്തെങ്കിലും വന്ന് ഭവിക്കുമോ? എന്തെങ്കിലും കാരണമില്ലാതെ ഒരു അനർത്ഥം വരുമോ? എന്തെങ്കിലും കാരണം കൂടാതെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമോ? അതൊക്കെ പഠനവിധേയമാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ 7-ാം വാക്യത്തിലെ 2 പദങ്ങൾ കാരണം കൂടാതെ. ഒന്ന് വലയൊളിച്ചു വെക്കുന്നു, 2 പ്രാണനായി കുഴി കുഴിച്ചിരിക്കുന്നു. അതിനകത്ത് തന്നെ വലിയൊരു ആശയമുണ്ട്.
ഒരു കാരണവും കൂടാതാണ് വല ഒളിച്ചു വെച്ചിരിക്കുന്നത്. ഒരു കാരണം കൂടാതാണ് പ്രാണനായി ജീവനായി കുഴിച്ചിരിക്കുന്നത്. 19 നാം വായിപ്പാനിടയായി തീർന്നത് കാരണം കൂടാതെ എന്നെ അങ്ങ് പകയ്ക്കുക. ഒരു കാരണവുമില്ല, പിന്നെ പകയ്ക്കുകയാണ്. ആ 19 ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: വെറുതെ എനിക്ക്, എന്നോട് ചേർന്നൊന്ന് പറയാമോ, വെറുതെ എനിക്ക് ശത്രുക്കളായവർ. അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ കാണത്തില്ലേ? ചിലരൊക്കെ വെറുതെ എങ്ങും മിണ്ടാതിരിക്കും അല്ലേ? വെറുതെ ചിലപ്പം സംസാരിക്കാതിരിക്കും. നമ്മൾ കാര്യം എന്താന്ന് പോലും അറിയത്തില്ല. വെറുതെ ഒന്നുമില്ല, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? വർത്തമാനമില്ല, പറച്ചിലില്ല, വെറുതെ. വെറുതെ ദ്രോഹിക്കുന്നവരുണ്ട്, വെറുതെ ശത്രുക്കളായവരുണ്ട്. അതെല്ലാം ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒരു റിസൾട്ട് അതാണ് 27-ാമത്തെ വാക്യത്തിൽ നാം വായിപ്പാൻ ഇടയായി തീർന്നത്. കാരണം കൂടാതെ അനുഭവിച്ച അനുഭവങ്ങളാണ് ഈ സങ്കീർത്തനത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം. എനിക്കെല്ലാം എടുത്തു പറയാൻ കഴിയത്തില്ല, കാരണം എൻ്റെ മനസ്സിൽ ഇന്ന് കർത്താവ് നൽകിയിരിക്കുന്ന ഒരു നിയോഗം, ഒരു ദൈവപ്രവൃത്തി, കാരണം കൂടാതെ അനുഭവിക്കുന്ന തിന്മകൾ, കാരണം കൂടാതെ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, കാരണം കൂടാതെ അനുഭവിക്കുന്ന വേദനകൾ, കാരണം കൂടാതെ അനുഭവിക്കുന്ന നൊമ്പരങ്ങൾ, കാരണം കൂടാതെ അനുഭവിക്കുന്ന രോഗത്തിൻ്റെ കെടുതികൾ, കാരണം കൂടാതെ അനുഭവിക്കുന്ന പൈശാചിക പോരുകൾ, ഈ വിഷയങ്ങളെയൊക്കെ പരാമർശിച്ച് ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ വലിയ ദൈവപ്രവൃത്തി വ്യക്തികളിലും കുടുംബങ്ങളിലും വെളിപ്പെടുവാൻ ഇടയായി തീരണം. കാരണം കൂടാതെ അനുഭവിക്കുന്ന ദ്രോഹങ്ങൾ, കാരണം കൂടാതെ അനുഭവിക്കുന്ന വ്യസനങ്ങൾ, നൊമ്പരങ്ങൾ, ഇത്യാദി വിഷയങ്ങളിൽ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകണം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കണം. ഈ സങ്കീർത്തനത്തിന്റെ ഒരു കണ്ടന്റാണ് ഞാൻ പറയുന്നത്. കാരണം കൂടാതെ വിഷമിക്കുക, ഒരു കാരണവും കൂടാതെ വേദനിക്കുക. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഇന്ന് പകൽ ആത്മാവ് ഇടപെടാൻ തുടങ്ങുന്നു. പക്ഷേ ഒരു കാരണവുമില്ല, പക്ഷേ മനസ്സിന് വല്ലാത്തൊരു ഭാരം. ഒരു കാരണവുമില്ല, ചിലരൊക്കെ ശത്രുക്കളാകുക. ഒരു കാരണവുമില്ല, ചിലരൊക്കെ പകയ്ക്കുകയാണ്. ഒരു കാരണവുമില്ല, അപഖ്യാതി പറയുകയാണ്. ഒരു കാരണവുമില്ല, ദോഷം വിചാരിക്കുകയാണ്. ഒരു കാരണവുമില്ല, കുറ്റം കണ്ടുപിടിക്കുകയാണ്. ഒരു കാരണവുമില്ല, എങ്ങനെ അപായത്തിലാക്കാൻ നോക്കുകയാണ്. ഒരു കാരണവുമില്ല, വല വിരിക്കുകയാണ്. ഒരു കാരണവുമില്ല, പ്രതിസന്ധിയിൽ അകപ്പെടുത്താൻ നോക്കുകയാണ്. സ്തോത്രം. എന്നാൽ അതിൻ്റെ റിസൾട്ട് ഞാൻ ആശയം മനസ്സിലാക്കുവാൻ ആദ്യം തന്നെ അതിൻ്റെ പ്രമേയം അവതരിപ്പിക്കാം. കാരണം കൂടാതെ എന്തെല്ലാം അനുഭവിച്ചോ അതിൻ്റെ റിസൾട്ട് 27-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ 27-ാം വചനത്തിൻ്റെ ആശയം ഇങ്ങനാണ്: തൻ്റെ ദാസന്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ. ശ്രദ്ധിച്ചേ, ആ തൻ്റെ ദാസന്റെ ശ്രേയസ് എന്ന് പറഞ്ഞിരിക്കുന്നത് തൻ്റെ ദാസന്റെ ഉയർച്ച, തൻ്റെ ദാസന്റെ അഭിവൃദ്ധി, തൻ്റെ ദാസന്റെ പ്രോസ്പെരിറ്റി, തൻ്റെ ദാസന്റെ വർധനവ്. ഇത് കണ്ടിട്ട് ആര് സന്തോഷിക്കുന്നു? ദൈവം സന്തോഷിക്കുന്നു. നിങ്ങൾ എന്നോടൊപ്പം നിൽക്കണം. വെറുതെയുള്ള ദ്രോഹം, വെറുതെയുള്ള അനുഭവങ്ങൾ, കാരണം കൂടാതെയുള്ള പക, കാരണം കൂടാതെയുള്ള വലവിരിക്കുന്ന അനുഭവം, കാരണം കൂടാതെ കുഴികുഴിക്കുന്ന അനുഭവം, കാരണം കൂടാതെ പകയ്ക്കുന്ന അനുഭവം, ഇതെല്ലാം ഒരു ഭക്തന്റെ നേരെ വരുമ്പോഴും ഭക്തൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ശ്രേയസ് വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായ ഒരു ദൈവത്തെ സ്തുതിച്ചാട്ടെ. ജീവിതത്തിൽ അനുഭവിക്കാവുന്ന നൊമ്പരം മുഴുവൻ കാരണം കൂടാതെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മറുവശത്തൂടെ ഭക്തൻ എന്ത് ചെയ്യുക? ശ്രേയസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കാമോ? ഉയർച്ച അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, നന്മ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കീഴോട്ട് പോവുകയല്ല, പിന്നെ മുകളിലോട്ട് വരിക. ഇനി സ്തോത്രം പറഞ്ഞു തുടങ്ങാമോ? പോരാ, സ്തോത്രം പറഞ്ഞു തുടങ്ങണം. ശക്തിയോടെ സ്തോത്രം പറഞ്ഞു തുടങ്ങണം. എവിടെ കാരണം കൂടാതെ നൊമ്പരപ്പെടുന്നോ ഓർത്തോണം, മറുവശത്ത് അഭിവൃദ്ധി ഒരു വശത്തൂടെ വരും. സ്തോത്ര. അതിന് ദൈവം തുണ നിൽക്കും. അതിന് ദൈവം തുണ നിൽക്കും. എവിടെ അപമാനം വന്നോ, എവിടെ നിരാശ വന്നോ, കാരണം കൂടാതെ എൻ്റെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ. കാരണം കൂടാതെ പകയ്ക്കുന്ന അനുഭവങ്ങൾ, കാരണം കൂടാതെ അപമാനം അനുഭവിക്കുന്ന അനുഭവങ്ങൾ. സ്തോത്രം. പക്ഷേ കർത്താവ് മറുവശത്ത് ചെയ്യുന്ന എന്താണെന്നറിയാമോ? എന്താ? തൻ്റെ ദാസന് ശ്രേയസ് കൊടുത്തോണ്ടിരിക്കുകയാണ്, അഭിവൃദ്ധി കൊടുത്തോണ്ടിരിക്കുകയാണ്. എത്ര പേർ അങ്ങനെ വിശ്വസിക്കാൻ കഴിയും? എത്ര പേർക്ക് അങ്ങനെ വിശ്വസിക്കുവാനായിട്ട് കഴിയും? ഞാനത് വിശ്വസിക്കുന്നു. ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധി വന്നാലും ഭക്തനായ സാധു കൊച്ചുകുഞ്ഞു ഉപദേശി പാടിയതുപോലെ നമുക്ക് പറയുവാനായിട്ട് കഴിയണം. ദോഷമായിട്ട് അവിടുന്ന് എന്നോട് ഒന്നും ചെയ്യത്തില്ല. എന്നെ ചിലപ്പോൾ അടിച്ചാലും എൻ്റെ കർത്താവ് ദോഷമായി എന്നോട് ഒന്നും ചെയ്യത്തില്ല. കാരണം കൂടാതെ ചിലപ്പോൾ വേദനകൾ വരും, കാരണം കൂടാതെ പകയ്ക്കുന്ന അനുഭവങ്ങൾ വരും, കാരണം കൂടാതെ വേദനപ്പെടുന്ന അനുഭവങ്ങൾ വരും, കാരണം കൂടാതെ നൊമ്പരപ്പെടുന്ന അനുഭവങ്ങൾ വരും, കാരണം കൂടാതെ പ്രതിസന്ധികൾ വരുവാനായിട്ടിടയായിത്തീരും. പക്ഷെ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, അതിൻ്റെ മധ്യത്തിലും ദൈവമക്കൾ വിളിച്ചു പറയാനായിട്ടിടയായിത്തീരണം. ഏതെല്ലാം അനുഭവങ്ങൾ വന്നാലും ദോഷമായിട്ടൊന്നും എൻ്റെ താതൻ എന്നോട് ചെയ്യുകയില്ലോ. നിരപരാധികളാണ് ഇത്. നിരപരാധികളെ ക്രൂശിക്കുന്ന കാലഘട്ടമാണ്. ഇലക്ഷൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരെ നോക്കിയിരിക്കുകയാണ് നിരപരാധികളെ ക്രൂശിക്കുവാനായിട്ട്. എല്ലാ മേഖലകളിലും അതേ ഒരു അനുഭവം കാണുവാനായിട്ടിടയായിത്തീരുന്നു. പക്ഷേ ഇന്ന് പകൽ ആത്മീയനോടൊരു ദൂതനിക്ക് കൈമാറാനുണ്ട്. ഏതെല്ലാം നിലകളിൽ കാരണം കൂടാതെ തിന്മയുടെ അനുഭവങ്ങളിലൂടെ പോയാലും അതിനൊരു റിസൾട്ട് ദൈവം നൽകൂ. ആ റിസൾട്ടാണ് വചനത്തിൽ രേഖപ്പെടുത്തിയത്. തൻ്റെ ദാസനൊരു ശ്രേയസ്സുണ്ട്, തൻ്റെ ദാസനൊരു അഭിവൃദ്ധിയുണ്ട്, തൻ്റെ ദാസനൊരു നന്മയുണ്ട്. എത്ര പേർക്ക് പറയാൻ കഴിയും? ഏതെല്ലാം ഞാൻ എടുത്തു പറഞ്ഞൊരു പദമാണല്ലോ, വെറുതെ ഇല്ലേ? അങ്ങനല്ലേ 19 വായിച്ചത്? വെറുതെ എനിക്ക് ശത്രുക്കളാകുകയാണ്, വെറുതെ എനിക്ക് ശത്രുക്കളാകുകയാണ്. കള്ളസാക്ഷികൾ എഴുന്നേൽക്കുകയാണ്, കാരണം കൂടാതെ വലവിരിക്കുകയാണ്, കാരണം കൂടാതെ അതെ വല ഒളിച്ചു വെക്കുകയാണ്, അപായങ്ങൾ നിരൂപിക്കുകയാണ്, പൊരുതുകയാണ്. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് പറയാമോ? എന്നാൽ ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. വിശ്വസിച്ച് ഞാൻ ഈ ശുശ്രൂഷയുടെ പ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ 2 വരി പാട്ട് പാടിക്കൊണ്ട് ജീവിതത്തിൽ ഏതെല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വന്നാലും ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യത്തില്ലെന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? നീ അത് വാ തുറന്ന് പറയാമെങ്കിൽ ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയാം: തൻ്റെ ദാസൻ അഭിവൃദ്ധി നൽകുന്ന ഒരു ദൈവമുണ്ട്. തൻ്റെ ദാസന്മാർ ഏതെല്ലാം പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയാലും അവർക്ക് വേണ്ടി അഭിവൃദ്ധിയെ നൽകുന്ന ഒരു ദൈവമുണ്ട്. അതെ, അഭിവൃദ്ധിയെ നൽകുന്ന ഒരു കർത്താവുണ്ട്.
അതുകൊണ്ട് പറയാമോ, ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവിടുന്ന് അടിച്ചാലും അതെ, അവിടുന്ന് എന്നെ സ്നേഹിക്കുന്ന കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവസന്നിധി 2 വരികളൊന്ന് പാടിക്കൊണ്ട് ഈ ശുശ്രൂഷയുടെ പ്രധാന ഭാഗത്തേക്ക് കടക്കട്ടെ. എല്ലാ കരങ്ങളും ഉയർത്തി ഒന്ന് പറയാമോ, കാരണം കൂടാതെ അനുഭവിക്കുന്ന നൊമ്പരങ്ങൾക്കും കാരണം കൂടാതെ അനുഭവിക്കുന്ന പകയ്ക്കും അപ്പുറത്ത് അതെ, തൻ്റെ ദാസന് ശ്രേയസ് നൽകുവാൻ, ഉയർച്ച നൽകുവാൻ, മാന്യത നൽകുന്ന ഒരു ദൈവമുള്ളത് കൊണ്ട് ഇന്ന് പകൽ എൻ്റെ ജീവിതത്തിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. വിശ്വസിക്കുന്നവരൊന്ന് ചേർന്ന് പാടിയാട്ടെ. ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദുഃഖത്തിൻ്റെ പാത്രം കരങ്ങളെ ഒന്ന് ഉയർത്തി കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോ ചേർന്ന് പാടിയാട്ടെ. എൻ്റെ താതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. നമ്മുടെ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ സങ്കീർത്തനത്തിൽ 3 പദങ്ങളിലൂടെ ഞാൻ എടുത്തു കാണിച്ചു. കാരണം കൂടാതെ പകയ്ക്കുന്ന അനുഭവം, കാരണം കൂടാതെ വലവിരിക്കുന്ന അനുഭവം, കാരണം കൂടാതെ പ്രാണന് നേരെ പതിയിരിക്കുന്ന അനുഭവങ്ങൾ, കാരണം കൂടാതെ ശത്രുക്കളാകുന്ന അനുഭവങ്ങൾ. ഇന്ന് പകലാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഏതെല്ലാം നിലകളിൽ കാരണം കൂടാതെ തൻ്റെ മക്കൾക്ക് വേണ്ടി പതിയിരിപ്പുകൾ നടത്തിയാലും, കാരണം കൂടാതെ ഏതെല്ലാം നിലകളിൽ വേദനിപ്പിക്കുവാൻ നൊമ്പരപ്പിക്കുവാൻ ശ്രമിച്ചാലും അതെല്ലാം അബദ്ധമായി മാറി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടൂ. അപ്പോൾ തന്നെ മറുവശത്ത് തൻ്റെ ദാസന് അഭിവൃദ്ധി വന്നുകൊണ്ടിരിക്കും. അതാണ് സങ്കീർത്തനത്തിൻ്റെ സമാപനത്തിൽ വിളിച്ചു പറഞ്ഞത്. കാരണം കൂടാതെ ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും തൻ്റെ ദാസൻ അഭിവൃദ്ധിപ്പെടും, തൻ്റെ ദാസൻ ശ്രേയസ്സുണ്ടാകും. പുസ്തകം 21-ാം അധ്യായം, 24-ാം അധ്യായം, 26-ാം അധ്യായം, ഈ അധ്യായങ്ങളിലൊക്കെ താൻ അനുഭവിച്ച വേദനാജനകമായ അനുഭവങ്ങൾ ഇതിൻ്റെ ചിന്തകൾക്ക്
ഉപോത്ബലകമായി നിൽക്കുന്നുണ്ടാം. 1 ശമൂവേലിന്റെ പുസ്തകത്തിലെ 21 അധ്യായം, 24 അധ്യായം, 26 അധ്യായം. ഞാൻ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം. ഇത് വാക്യം വായിച്ചത് കൊണ്ട് മാത്രം അതിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. ജീവിതത്തിൽ സ്വസ്ഥത കൊടുക്കാതെ 21, 24, 26 അധ്യായങ്ങളൊക്കെ പരിശോധിച്ചാൽ ഒരു സ്വസ്ഥതയും കൊടുക്കാതെ പിന്തുടരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. താനായിരുന്ന ഇടങ്ങളിൽ ആക്രമിക്കുവാൻ, അത് വനാന്തരങ്ങളിൽ കാടുകളിൽ വന്ന് വെറുതെ ദ്രോഹിപ്പാൻ, കാരണം കൂടാതെ ഉപദ്രവിപ്പാൻ, കാരണം കൂടാതെ തകർത്ത് കളയുവാൻ വന്നു. ഞാൻ ഇങ്ങനെ പറയാം, നിങ്ങൾക്ക് ചരിത്രം അറിയാം. ഞാൻ അത് വിശദമാക്കാൻ പോയാൽ മറ്റു ഭാഗങ്ങൾ കട്ട്ഷോട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നു. നിങ്ങൾക്കറിയാം, കാരണം കൂടാതെ ഉപദ്രവിക്കുവാൻ ചെന്നു. ആദ്യം സംഭവിക്കുന്നത്, താൻ ഇരുന്ന ഇടത്ത് തന്നെ വന്ന് ശത്രു ഇരുന്നു. അങ്കി, അഗ്രം വെട്ടിയെടുത്തു. ഉപദ്രവിക്കാമായിരുന്നു, പക്ഷേ ഇല്ല. ദൈവപുരുഷനോട് ഞാൻ ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് താൻ ഒഴിഞ്ഞു മാറി. അടുത്തത് വീണ്ടും കാണുന്നുണ്ട്. 26 അധ്യായത്തിലേക്ക് വരുമ്പോൾ തന്നെ ഉപദ്രവിക്കുവാൻ വന്നു. പക്ഷേ 26, 11 വാക്യത്തിലേക്ക് വരുമ്പോൾ ആരുപദ്രവിക്കാൻ വന്നോ അവരുപയോഗിച്ചു കൊണ്ടിരുന്ന കുന്തവും ജലപാത്രവും എടുത്തുകൊണ്ട്, ഇപ്പോൾ അത് ദാവീദിന്റെ കയ്യിലിരിക്കുകയാണ്. ഞാൻ വിശദമാക്കുന്നില്ല. പക്ഷെ ആരെ ഉപദ്രവിക്കാൻ വന്നതാണ്? വെറുതെ ദ്രോഹിക്കാൻ വന്നതാണ്, വെറുതെ ഉപദ്രവിക്കാൻ വന്നതാണ്. ആത്മാവിൽ ഞാനൊരു ചിന്ത പറയാം. കാരണം കൂടാതെ വന്നാൽ ശത്രുവിൻ്റെ ആയുധം പോലും നമ്മുടെ കയ്യിലായി പോകും. അതാ ദൈവപ്രവൃത്തി എന്ന് പറയുന്നത്. വിശ്വസിച്ച് സ്തോത്രം പറഞ്ഞു. ഇന്ന് പകൽ കാരണം കൂടാതെ പകയ്ക്കുവാൻ, ഉപദ്രവിക്കുവാൻ ശത്രു വന്നാൽ അവരുടെ ആയുധം പോലും കൈക്കലാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരണം. വിശ്വസിച്ച് ആമേൻ പറയാൻ എത്ര പേർക്ക് കഴിയും? നിങ്ങൾ ഈ അധ്യായമൊക്കെ പിന്നെ ധ്യാനിച്ചാൽ മതി, മനസ്സിലാകുന്നല്ലോ ഞാൻ പറയുന്നത്. ആ ഭാഗത്ത് മാത്രം നിന്നാൽ ഈ ദൂതിന്റെ പൂർണ്ണത വരത്തില്ല. ഉപദ്രവിക്കുവാൻ വന്ന കുന്തം കയ്യിലെടുത്തുകൊണ്ട്, തന്റെ ജലപാത്രം കയ്യിലെടുത്തുകൊണ്ട് വിളിച്ചു പറഞ്ഞു, അബ്നേരേ, ഇങ്ങനെയാണോ കാക്കേണ്ടത്? അതിന് കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ സംരക്ഷണമാണ് എന്ന് പറഞ്ഞാൽ ഗാഢനിദ്ര വരുത്തി. ആരുപദ്രവിക്കാൻ വന്നോ അവർക്കങ്ങ് ഗാഢനിദ്ര വരുത്തി. ഗാഢനിദ്ര വരുത്തിയിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി തൻ്റെ ഭക്തന് വേണ്ടി വെളിപ്പെടുവാനിടയായി തീർന്നു. 3, 2 ശമൂവേലിന്റെ പുസ്തകം 16 അധ്യായത്തില് 18 അധ്യായത്തിലേക്ക് വരുമ്പോൾ കാരണം കൂടാതെ ഒരു മനുഷ്യൻ ശപിച്ചുകൊണ്ട് നടക്കുവാനിടയായി. അവന്റെ പേരെന്താ? ശിമൈ. നിങ്ങൾ ആ അധ്യായം വീട്ടിൽ പോയി ധ്യാനിക്കുക. 2 ശമൂവേൽ 16, 9, 21, 2 ശമൂവേൽ 18 അധ്യായമൊക്കെ. പക്ഷേ ഭക്തനെ ശപിച്ചു. കാരണം കൂടാതെ ശാപം പറ്റുമോ? കാരണം കൂടാതെ ശാപം ഫലിക്കുമോ? ശരിയുടെ മകനായ അബീശൈ രാജാവിനോട്, എൻ്റെ മുൻപിലുള്ള വാക്യമാണ്, അതെ, ശപിച്ചുകൊണ്ട് പോകുവാനിടയായി തീർന്നെങ്കിൽ ശിമയുടെ ശാപം അത് അനുഗ്രഹമായിട്ട് മാറി. ഇന്ന് പകൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ചില ശാപം അനുഗ്രഹമായി മാറണം. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിട്ടിടയായി തീരണം. ശാപങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനത്തിൽ ആവർത്തിച്ച് പറഞ്ഞത്, കാരണം കൂടാതെ ഞാൻ അനുഭവിക്കുന്ന വേദന, കാരണം കൂടാതെ ഞാൻ അനുഭവിക്കുന്ന നൊമ്പരം
അതിൻ്റെ ഒരു റിസൾട്ടാണ് തൻ്റെ ദാസനൊരു അഭിവൃദ്ധി. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ ചേർത്ത് പറയാം, ആരെങ്കിലും പ്രാഗിയോ ആരെങ്കിലും ശപിച്ചോ, കാരണം കൂടാതെ ഇത് അടുത്ത് വരത്തില്ല. സ്തോത്ര. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ആദ്യ ഭാഗം, കാരണം കൂടാതെ നിന്ദിക്കുവാൻ, കാരണം കൂടാതെ അപമാനിക്കുവാൻ ലോകം ദൈവപൈതലിനെതിരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ധന്യനായ പൗലോസ്ലീഹ എടുത്തു പറഞ്ഞൊരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൻ്റെ അതിൻ്റെ 11-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പൗലോസ്ലീഹയെ കുറിച്ച് പറയുന്നു. 2 കൊരിന്ത്യർ 11:12. മതി. എന്നെ നിന്ദിക്കുവാൻ കാരണം അന്വേഷിക്കുകയാണ്. ശ്രദ്ധിക്കണം, കാരണമൊന്നും ഇല്ല. പക്ഷേ പൗലോസ്ലീഹ പറയുന്നു, എങ്ങനെയും എന്നെ നിന്ദിക്കണം. അതിനെന്തോ അന്വേഷിക്കുക, കാരണം അന്വേഷിച്ചു കൊണ്ടിരിക്കുക. ദൂത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ശത്രു കാരണം അന്വേഷിച്ചു കൊണ്ടിരിക്കും. എങ്ങനെ നിന്നെ ഇകഴ്ത്താം, എങ്ങനെ നിന്നെ ഇരുത്താം, എങ്ങനെ ഒരു അപമാനം വരുത്താമെന്ന്. പൗലോസ്ലീഹയ്ക്കെതിരെ അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയട്ടെ, സാധുക്കളാകുന്ന എന്നെയും നിങ്ങളെയും എത്രയധികമായിട്ടായിരിക്കും ഉപദ്രവിക്കുവാൻ വരുന്നത്. കാരണം അന്വേഷിക്കുന്നു, ഏതെങ്കിലും നിലയിൽ അപമാനിക്കുവാൻ, ഏതെങ്കിലും നിലയിൽ നിന്ദിക്കുവാൻ കാരണം അന്വേഷിക്കുന്നു. എന്നാൽ ഞാനൊരു ദൂത് പറയാം, കാരണം കൂടാതെ ഇതൊന്നും അടുത്ത് വരത്തില്ല. കാരണം കൂടാതെ ഒരു നിന്ദയായാലും, ഒരു അപമാനമായാലും, ഒരു ശാപമായാലും, അതേ ഉപദ്രവമായാലും, വെറുതെയുള്ള ദ്രോഹമായാലും, വെറുതെ മിണ്ടാതിരിക്കുന്നതാണെങ്കിലും അതെല്ലാം അഭിവൃദ്ധിയായി പരിണമിക്കും. ശുശ്രൂഷയിൽ അത് വെളിപ്പെടണം. എനിക്ക് ഏറ്റവും ഈ ചിന്തിച്ചപ്പോൾ ദാനിയേൽ പ്രവാചകന്റെ കാര്യം, നെഹമ്യാവിന്റെ കാര്യം, യോസഫിന്റെ കാര്യം ഒക്കെ ഓടി വരുവാനിടയായി തീർന്നു. യേശുക്രിസ്തുവിന്റെ കാര്യവും ഏറ്റവും പ്രസക്തമാണ്. ഇവർക്കെതിരെ എല്ലാം കാരണം അന്വേഷിച്ചു. ഇവരെയൊക്കെ എങ്ങനെ നശിപ്പിക്കാമെന്ന് കാരണം അന്വേഷിക്കുവാനിടയായി തീർന്നു. യോസഫിന് നേരെ, നെഹമ്യാവിന് നേരെ, അതേ ദാവീദിന് നേരെ, ദാനിയേലിന് നേരെ ഒക്കെ കാരണം അന്വേഷിച്ചു കൊണ്ട് നടന്നു. പക്ഷെ അന്വേഷിച്ചവർ പരാജയപ്പെട്ടതല്ലാതെ ഇവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുവാനിടയായി തീർന്നു. തൻ്റെ ദാസന്മാർ ശ്രേയസ് പ്രാപിപ്പാനിടയായി, തൻ്റെ ദാസന്മാർ അഭിവൃദ്ധി പ്രാപിപ്പാനിടയായി തീർന്നു. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞൊരു ഭാഗമുണ്ട്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, സദൃശ്യവാക്യം 26-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, കുരികിൽ പാറിപ്പോകുന്നതും കാരണം കൂടാതെ ശാപം ഫലിക്കയില്ല. പക്ഷി പാറിപ്പോകുന്നത് പോലെ, മീവൽ പക്ഷേ പറന്നു പോകുന്നത് പോലെ, കുരുകിൽ പാറിപ്പോകുന്നത് പോലെ കാരണം കൂടാതെ ശാപം ഫലിക്കയില്ല. ഒരു ബാധയും അടുക്കത്തില്ല. കാരണം കൂടാതെ ഒരു വെല്ലുവിളികളും തൊടുകയില്ല. ദൈവജനം പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. കാരണം കൂടാതെ വേദനപ്പെടുകയും നമ്പരപ്പെടുകയും ചെയ്യുമ്പോൾ ആത്മനിയോഗത്താൽ ഭക്തന്മാരുടെ തെളിവുകളെ നിരത്തിക്കൊണ്ട്
ഞാൻ ആത്മനിയോഗത്താൽ വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കാരണമില്ലാതെ ഒരുവിധമായ ദോഷങ്ങളും സംഭവിക്കയില്ല, ഒരുവിധമായ ശാപങ്ങൾ അടുക്കയില്ല, ഒരുവിധമായ അനർത്ഥങ്ങൾ വരികയില്ല. സംഖ്യാപുസ്തകത്തിൽ 23-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. നമ്പേഴ്സ് ചാപ്റ്റർ 23 വേഴ്സ് 23. അവിടെ ഇങ്ങനെ കാണുന്നത്, ആഭിചാരം യാക്കോബിന് ഫലിക്കയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കയില്ല. കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് പറയാൻ ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ പറയാനായിട്ട്? ഞാനിങ്ങനെ പറയാം, ഒരാഭിചാരത്തിനും ഒരു മന്ത്രവാദത്തിനും ഒരു പൈശാചിക ശക്തികൾക്കും കാരണം കൂടാതെ ശാപം ഫലിക്കയില്ലെന്ന് പറഞ്ഞെങ്കിൽ, ഇസ്രായേലാകുന്നെങ്കിൽ, ഒരു യാക്കോബാകുന്നെങ്കിൽ, യഥാർത്ഥ ഇസ്രായേലായി യഥാർത്ഥ യാക്കോബായി ദൈവത്തിന്റെ സന്നിധിയിൽ നിലനിൽക്കുന്നെങ്കിൽ, ഒരാഭിചാരമാകട്ടെ, ഒരു മന്ത്രവാദമാകട്ടെ, ഒരു പൈശാചിക പോരുകളാകട്ടെ, യെശയ്യാ 54 പറയുന്നത് പോലെ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധങ്ങളും ഫലിക്കത്തില്ല, ഒരായുധങ്ങളും ഫലിക്കത്തില്ല. ഞാനിത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കാരണം കൂടാതെ മെനഞ്ഞുവെച്ച തന്ത്രങ്ങൾ, കാരണം കൂടാതെ പിശാച് അനർത്ഥം ചിന്തിച്ചിരിക്കുന്നത്, കാരണം കൂടാതെ ദുഷ്ടൻ ഒരുക്കി വെച്ച കെണികൾ, കാരണം കൂടാതെ പ്രാണനെതിരെ ഒരുക്കി വെച്ച വലകൾ, കുഴിച്ച കുഴികൾ, കാരണം കൂടാതെ പകയ്ക്കുന്ന അനുഭവങ്ങൾ, കാരണം കൂടാതെ വന്നിരിക്കുന്ന ദുഷ്ടന്റെ പദ്ധതികൾ ഈ ശുശ്രൂഷ മധ്യേ പൊട്ടിമാറട്ടെ. ദൈവശക്തിയുടെ വ്യാപരിക്കട്ടെ, അടയാളമായി വെളിപ്പെടട്ടെ, കുടുംബങ്ങൾക്കകത്ത് അടയാളമായി വെളിപ്പെടട്ടെ. ഓ, ദൈവശക്തിയുടെ വ്യാപരിക്കട്ടെ. ജനത്തിന്റെ ഇടയിൽ കാരണം കൂടാതെ ഒരുക്കി വെച്ചിരിക്കുന്ന ദുഷ്ട പദ്ധതികൾ ഈ ശുശ്രൂഷയിൽ അത് പൊട്ടിമാറട്ടെ. കുടുംബങ്ങൾക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താവിന്റെ കൈ ചലിക്കട്ടെ. യേശുവിന്റെ കരം കുടുംബങ്ങൾക്ക് വേണ്ടി ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്താൽ, യേശു ക്രിസ്തുവിന്റെ നാമത്താൽ കർത്താവിന്റെ കൈ ചലിക്കട്ടെ. ദൈവത്തിന്റെ കൈ ചലിക്കട്ടെ. വിശ്വസിച്ചാമൻ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്ന എത്ര പേരുണ്ട്? കുരുകിൽ പാറിപ്പറക്കുന്നത് പോലെ, മീവൽ പക്ഷി പാറിപ്പോകുന്നത് പോലെ ഒരു ശാപവും വരികയില്ല. കാരണം കൂടാതെ ഒരു ദോഷവും ഫലിക്കയില്ല. യെസ്, ഒരു തിന്മയും അടുക്കത്തില്ല, ഒരു ദോഷവും ഭവിക്കത്തില്ല. കർത്താവേ, ഈ ജനത്തിന്റെ ഇടയിൽ ഇപ്പോൾ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താവ് തൊടുന്നതിനായി സ്തോത്ര, കർത്താവ് തൊടുന്നതിനായി സ്തോത്ര. കുഴിച്ച കുഴികൾ, വിരിച്ച വലകൾ, അത് അബദ്ധമായി, അത് ഭക്തന്റെ അഭിവൃദ്ധിക്ക് കാരണമായി. അതാ 21-24 അധ്യായങ്ങളിലൊക്കെ ശമൂവേൽ പ്രവചനത്തിൽ കാണുന്നത്. കുഴിച്ച കുഴികളും വിരിച്ച വലകളും അബദ്ധമായി. ഏതാ പറഞ്ഞത്? കാരണം കൂടാതെ വിരിച്ച വലകൾ, കാരണം കൂടാതെ കുഴിച്ച കുഴികൾ, കാരണം കൂടാതെ ദ്രോഹിച്ച ദ്രോഹങ്ങൾ, അത് ഭക്തന് ഓരോ ചവിട്ടുമേത്തത് പടിയായിട്ട് മാറിയെങ്കിൽ, എറിയുന്ന കല്ലുകൾ, വീഴുന്ന കല്ലുകൾ
അത് വീഴുമ്പോൾ ഓരോ കല്ലിൻ്റെയും പുറത്ത് കയറി നിന്ന് ഉയരങ്ങളിലേക്ക് വരുവാനിടയായി തീരണം. ഒരു വയസ്സൻ കുതിരയെ ഉപയോഗമില്ലാതെ വന്നപ്പോൾ ഒരു കുഴിയിലിറക്കിയിട്ട് അതിനെ മൂടിക്കളയുവാൻ മണ്ണിട്ടിങ്ങനെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കൊട്ട മണ്ണുകൾ ഇടുന്തോറും അതിൻ്റെ ദേഹത്ത് വീഴുന്ന മണ്ണുകളെ കുടഞ്ഞു കളഞ്ഞിട്ട് ആ മണ്ണിൻ്റെ പുറത്ത് കയറിയത് നിന്ന് പുറത്തേക്ക് വരുവാനിടയായെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, നമ്മെ ഇരുത്തിക്കളയുവാൻ വീഴുന്ന ഓരോ മണ്ണുകളും നമ്മെ ഇകഴ്ത്തിക്കളയുവാൻ, ഇരുത്തിക്കളയുവാൻ, കാരണമില്ലാതെ അപമാനിക്കാൻ വരുമ്പോൾ, ശത്രു കെണികൾ ഒരുക്കുമ്പോൾ, അത് നേർച്ചകളായി, പൂജകളായി, ആഭിചാര ശക്തികളായി നിൽക്കുമ്പോൾ ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാം, അതിനെ ജയിച്ച് ഈ വചനത്തിന്റെ ശക്തിയിൽ പറയണം, ദൈവപൈതലിനൊന്നും ഭവിക്കത്തില്ല. ദൈവപൈതലിന് കാരണം കൂടാതെ ഒരു ശാപവും ഫലിക്കത്തില്ല, ഒരു ദോഷവും ഭവിക്കത്തില്ല, ഒരു ബാധകളും അടുക്കത്തില്ല. യാക്കോബിനെ തൊടാതെ വണ്ണം പരിപാലിക്കുന്ന, ഇസ്രായേലിനെ തൊടാതെ വണ്ണം പരിപാലിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. യോസഫിനെ ഉപദ്രവിക്കാവുന്നതിന്റെ മാക്സിമം ഉപദ്രവിച്ചു. അതിനെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ 9ഉം 10ഉം വാക്യങ്ങൾ പ്രസക്തമാണ്. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 9, 10 വാക്യങ്ങൾ. ശ്രദ്ധിച്ചേ, എന്തുകൊണ്ടാ വിറ്റത്? പ്രത്യേകിച്ച് കാരണമൊന്നും, എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നു? അസൂയ. അസൂയ, അതാ അപ്പോസ്തലപ്രവൃത്തി കറക്റ്റ് വേർഡ് കൊടുത്തിട്ടുണ്ട്. അസൂയ പൂണ്ടിട്ട് വിറ്റുകളഞ്ഞു. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി നോക്കിക്കേ, ദൈവം അവനോട് കൂടെ ഇരുന്നു. സകല സങ്കടങ്ങളിൽ നിന്നും അവനെ അതിനോട് ചേർത്ത്. ഉൽപ്പത്തി 50:20 വായിക്കാമോ? അപ്പോൾ ആ ചിന്ത പൂർണ്ണമാകും. ഉൽപ്പത്തി 50:20. ഉൽപ്പത്തി 50:20. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. ശ്രദ്ധിച്ചേ, ഒരു കാരണം കൂടാതെ ദോഷം വിചാരിച്ചു. പക്ഷേ ഭക്തൻ എന്തായി തീർന്നു? അത് അഭിവൃദ്ധിയായി തീർന്നു, ശ്രേയസ്സായി തീർന്നു. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഇതൊന്നും വിശദമാക്കേണ്ട ഭാഗമല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ എനിക്ക് നേരെ ദോഷം വിചാരിച്ചു, പക്ഷെ എൻ്റെ ദൈവമോ അതിനെ ഗുണമാക്കി തീർത്തു. ഒരു കാരണമില്ലാതെ വീണ് കിട്ടിയ പൊട്ടക്കുഴിയും, ഒരു കാരണമില്ലാതെ വീണ് കിട്ടിയ പൊത്തിപ്പേരിൻ്റെ ഭവനവും, ഒരു കാരണമില്ലാതെ വീണ് കിട്ടിയ കാരാഗ്രഹത്തിൻ്റെ അനുഭവങ്ങളും, ഇന്ന് ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ ചിന്തകൾക്കൊത്തുവരുന്നില്ലേ? തൻ്റെ ദാസന്റെ ശ്രേയസിൽ ദൈവം പ്രസാദിക്കുന്ന ഒരു ദൈവമുണ്ട്. കാരണം കൂടാതെ അനുഭവിച്ച വേദനയും പൊട്ടക്കുഴിയും, കാരണം കൂടാതെ അനുഭവിച്ച നൊമ്പരവും, കാരണം കൂടാതെ അനുഭവിച്ച വേദനയും, അതിനപ്പുറത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടപ്പോ അതേ രാജാവിന്റെ സന്നിധിയിൽ രണ്ടാമനായിട്ട് വിളങ്ങി താൻ അഭിവൃദ്ധിപ്പെട്ടു. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറയാമോ? അതാ ഞാൻ പറഞ്ഞൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. കാരണം കൂടാതെ വരുന്ന ദോഷം അത് ഗുണമാകണം. സ്വത്രം പറഞ്ഞു. കാരണം കൂടാതെ വരുന്ന ദോഷം, നീ ഒരു ദോഷവും ചെയ്തിട്ടില്ലായിരിക്കാം, ഒരു വാക്കുകൊണ്ട് പോലും ആരെ മുറിപ്പെടുത്തിയിട്ടില്ലായിരിക്കാം. പക്ഷേ ഈ ബൈബിൾ പറയുന്നു, കാരണം കൂടാതെ ഉപദ്രവിക്കുമ്പോൾ അതിനപ്പുറത്ത് ഒരഭിവൃദ്ധി ദൈവം കണ്ടിരിക്കുന്നു. അതാ യോസേഫിൻ്റെ ജീവിതത്തിലെ തെളിവ്.
ഒരു കാരണവുമില്ലായിരുന്നു. ഏക കാരണമായിരുന്നു അസൂയ. അപ്പോൾ ഓർത്തോണം, ചില വലയൊക്കെ എന്തിനാണെന്നറിയാമോ? അസൂയ. നീ ഒരു നല്ല വീട് വെക്കരുത്, ഒരു നല്ല ഉയർച്ച ഉണ്ടാകരുത്, നീ ഒരു നല്ല നിലകളിൽ വരരുത്, കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകരുത്. അതിനു വേണ്ടി ചെയ്യാവുന്ന ഒക്കെ എന്തോ ചെയ്യും. സ്തോത്രം. പക്ഷേ കർത്താവ് കൂടെ ഇരുന്നാൽ ദൈവം അതിനെ അഭിവൃദ്ധിയാക്കി തീർക്കും. കാരണം കൂടാതെയുള്ള നിരൂപണമൊന്നും ഫലിക്കത്തില്ലെന്നേ. അത് രൂബേനും കഴിയത്തില്ല, ശിമയോനും കഴിയത്തില്ല, ലേവിക്കും കഴിയത്തില്ല, ഇങ്ങേ അറ്റത്തുള്ള ബെന്യാമീൻ നോക്കിയാലും നടക്കത്തില്ല. ആത്മനിയോഗത്താൽ ഞാൻ വിളിച്ചു പറയുന്നു, ചിലതിന്ന് പകൽ അഴിഞ്ഞു മാറുന്നൊരു പകലായി മാറട്ടെ, ദൈവപ്രവൃത്തിയുടെ ഒരു പകലായിട്ട് മാറട്ടെ. നാളുകളായി ശരീരത്തിൽ നിൽക്കുന്നതാകട്ടെ, നാളുകളായി മാനസികമായി തകർത്ത് നിൽക്കുന്നതാകട്ടെ, നാളുകളായി ഭാരപ്പെടുന്ന അനുഭവങ്ങളാകട്ടെ, യേശു കർത്താവിൻ്റെ നാമത്താൽ ഇന്ന് പകൽ ഒരു ദൈവപ്രവൃത്തിയുടെ വെളിപ്പെടട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കാം. വിശ്വസിച്ച് കരമടിച്ചു ദൈവത്തെ സ്തുതിക്കാമോ? കരമടിച്ചു സ്തുതിച്ചോ. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ജീസസ്. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. കരം ചലിക്കട്ടെ കർത്താവേ. ആത്മബലം വെളിപ്പെടട്ടെ. കർത്താവിൻ്റെ കൈ ഇറങ്ങട്ടെ. ശ്രദ്ധിച്ചേ, ഭക്തന്മാർക്ക് നേരെ കാരണം കൂടാതെ എല്ലാ കാലഘട്ടത്തിലും പ്രതിസന്ധി ഒരുക്കും. ഇനിയും ഒരു കാരണവും ഇല്ലേലും ദാനിയേലിന് നേരെ ഉണ്ടാക്കിയ കാരണം എന്തായിരുന്നു അറിയാവോ? ഒരു കാരണവും ഇല്ലായിരുന്നു. ഞാൻ തൊട്ട് പറയുന്ന നിങ്ങൾ ഗ്രഹിച്ചു പോണേ. യോസഫിൻ്റെ കാര്യമൊക്കെ ഞാൻ വിടുക. എനിക്ക് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു വലിയ ദൈവപ്രവൃത്തി കർത്താവ് അയക്കും. ദാനിയേലിന്റെ ജീവിതത്തിൽ 6-ാം അധ്യായം എന്നെടുത്ത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ. ദാനിയേൽ 6-ന്റെ 4-5. കാരണം കണ്ടെത്തുന്ന തിരക്കില. ആരാ? നോക്കിയിട്ടെങ്ങും ഒരു കാര്യവും ഇല്ല. നേരം വെളുത്തൊമ്പ മുതൽ ദാനിയേലിനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും കാരണമുണ്ടോ? എന്തെങ്കിലും കാരണമുണ്ടോ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ? എൻ്റെ ദൈവമക്കളെ, വളരെ സൂക്ഷിച്ച് ആത്മീയ ജീവിതം നയിച്ചോണം. ലോകം മുഴുവൻ നോക്കിയിരിക്കുകയാണ്. എന്തോ ഉണ്ട് കാരണം. എവിടെ ഇട്ട് കൊടുക്കേണ്ടത്, എവിടെ ഒരു അപഖ്യാതി പറയേണ്ടത്, എവിടെ ഒരു ഊമക്കത്ത് എഴുതേണ്ടത്, എവിടെയാ ഒരു ദോഷം പറയേണ്ടത്, ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുക. വളരെ സൂക്ഷിച്ച് ജീവിച്ചോണം. ഇവിടെ ദാനിയേലിന് നേരെ ഭയങ്കര ഗൂഢാലോചന. കാരണം അന്വേഷിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, ഒരു കാരണവുമില്ല. പക്ഷെ ഒരൊറ്റ കാരണം അവർ കണ്ടെത്തി. എന്താണെന്നറിയാമോ? അവർ കണ്ടെത്തിയ കാരണം എന്താണെന്നറിയാമോ? 3 നേരം ദൈവത്തോട് ഏക കുറ്റം കണ്ടുപിടിച്ചത്. ഞാൻ ഇങ്ങനെ പറയാം, സ്തോത്രം. കുറ്റമൊക്കെ കണ്ടുപിടിച്ചു, സിംഹത്തിൻ്റെ കുഴിയിൽ വിട്ടു. പക്ഷേ ദൈവം ശ്രേയസ് വരുത്തി, ദൈവം അഭിവൃദ്ധി വരുത്തി. കാരണമില്ലാതെ കുറ്റം കണ്ടുപിടിച്ച് ഒരുവനെ തകർത്ത് കളയുവാൻ ശ്രമിച്ചാൽ, കാരണമില്ലാതെ ഒരുവനെ സിംഹക്കുഴിയിലിടാൻ ശ്രമിച്ചാൽ, കാരണമില്ലാതെ ഒരുവനെ പൊട്ടക്കിണറ്റിലിടുവാൻ ശ്രമിച്ചാൽ, കാരണമില്ലാതെ ഒരുവനെ അപമാനിക്കാൻ ശ്രമിച്ചാൽ, ദൈവം അവിടം തൊട്ട് ഉയർത്താൻ തുടങ്ങും. ദൈവം അവിടം തൊട്ട് മാനിക്കാൻ തുടങ്ങും. ദൈവം അവിടം തൊട്ട് മാനിക്കാൻ തുടങ്ങുമെന്നേ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഒരു കാരണവും കൂടാതെ വേദനിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നാൽ എല്ലാവരും കൂടെ ക്രൂശിച്ചു, എല്ലാവരും കൂടെ അപമാനിച്ചു. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും കണ്ടുപിടിച്ച ഏക തെറ്റ 3 നേരം അവിടെ പോലും കയറി കുറ്റം കണ്ടുപിടിക്കും കേട്ടോ. വീട്ടിനകത്തും ഉണ്ടാകും. എന്താടി നിന്റെ ഇത്ര വലിയൊരു
പ്രാർത്ഥന ഒറ്റയ്ക്കൊക്കെ നിൽക്കുന്നവർ ശ്രദ്ധിച്ചോണ്. ചില ഭർത്താക്കന്മാരാണെ പോലും ചോദിക്കും, കൃപയില്ലെങ്കിൽ ചോദിക്കും, എന്താ പടി നേരം വെളുക്കും മുതൽ ഈ പ്രാർത്ഥന മാത്രമേ ഉള്ളോന്നൊക്കെ ചോദിക്കും. സ്തോത്രം. ഒരു കുറ്റവും കണ്ടെത്തുന്നില്ല. ആകെ കുറ്റം എന്താ? പ്രാർത്ഥനയുടെ കുറ്റം. റിസൾട്ട് തൻ്റെ ഭക്തൻ എന്ത് ചെയ്യുന്നു? ശ്രേയസ്സുണ്ടാകുന്നു, അഭിവൃദ്ധി ഉണ്ടാകുന്നു, അഭിമാനമുണ്ടാകുന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. നെഹമ്യാവിൻ്റെ കാര്യം ഓർമ്മയിൽ വരുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകം ഒന്ന് എടുക്കണമേ. നെഹമ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം തന്നെ, 6-ാം അധ്യായത്തിലെ 13-ാമത്തെ വാക്യം. നെഹമ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യം വേഗത്തിൽ വായിക്കണം. ഭയങ്കര ഒരു വിഷയം. ഈ വാക്യത്തിലോട്ടൊന്ന് നോയിക്കേ, എല്ലാവരും ഒന്ന് നോയിക്കേ. കണ്ണടച്ചിരിക്കുന്നവരും മയങ്ങിയിരിക്കുന്നവരും ചിലരൊക്കെ കുനിഞ്ഞിരിപ്പുണ്ട്. ഞാൻ ചിന്തിക്കുകയാണ്, പണ്ട് DL മൂടി പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് 2 പേരെ എപ്പോഴും കുനിഞ്ഞിരിക്കുമെന്നാണ് കേട്ടിട്ടുള്ളത്. അതൊരു മിസ് കുക്കും ഒരു മറ്റേ പേരെന്തായിരുന്നു, സ്നോയ്. മിസ് കുക്കും സ്നോയും അവർ 2 പേരും കുനിഞ്ഞിരിക്കും. അപ്പോൾ DL മൂടി സൈ കേട്ടിട്ട് ഒരു പ്രാവശ്യം ചോദിച്ചെന്നാ പറഞ്ഞ്, എന്താ നിങ്ങളിങ്ങനെ കുനിഞ്ഞിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അതെ, DL മൂടി ശുശ്രൂഷിക്കുമ്പോൾ അതിശക്തിയോടെ പരിശുദ്ധാത്മാവിൽ ഉപയോഗിക്കപ്പെടേണ്ടതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം ശരിയാണ്. ഈ സഹോദരിമാരുടെ 2 പേരുടെ പ്രാർത്ഥനയാണ് DL മൂടിയെ ലോക പ്രശസ്തനാക്കിയത്. അഭിഷേകത്തോടുള്ള പ്രാർത്ഥന, അഭിഷേകത്തോടുള്ള ശുശ്രൂഷയ്ക്കിടയാക്കി. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, സ്നോയായിട്ടും കുക്കായിട്ടും ഒക്കെ അവർക്ക് പകരമായിട്ടിരുന്നോ. എൻ്റെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി കുനിഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൽ കുഴപ്പമില്ല, എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ പ്രാർത്ഥിക്കുകയായിരിക്കണം. കുനിഞ്ഞിരുന്ന് ഉറങ്ങരുത്. സ്തോത്രം. കുനിഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഈ വാക്യത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്താ? അപവാദത്തിന് കാരണം കിട്ടേണ്ടതിന് ഒരുത്തന് കൂലി കൊടുത്ത് ആലോചന പറയിപ്പിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചകനെ വരെ വിട്ട് എന്ത് ചെയ്യും? ദൂത് പറയിപ്പിക്കും. എന്തിന്? അപവാദത്തിന് കാരണം കണ്ടെത്താൻ. മനസ്സിലായവരൊരു സ്തോത്രം പറഞ്ഞേ. പറഞ്ഞു വിട്ട് ദൂത് പറയിപ്പിക്കാൻ പ്രവാചകനെ വരെ വീട്ടിൽ വിട്ടിരിക്കുക. എന്തോത്തിനാ? നിന്നെ അപമാനിക്കാൻ. അപവാദത്തിന് കാരണം ഈ ചിന്ത മനസ്സിലാകുന്നുണ്ടോ? അപവാദം പറയാൻ. അയ്യോ, അപവാദത്തിന് ഒരു കാരണവുമില്ലാഞ്ഞിട്ട്, ഒന്നും കിട്ടാഞ്ഞിട്ട് പ്രവാചകനെ ഇപ്പം എങ്ങോട്ട് വിട്ടിരിക്കുക? വീട്ടിലോട്ട് വിട്ടേച്ച് പറയുക. ഉടനെ നെഹമ്യാവിൻ്റെ മറുപടിയാ ഭയങ്കര. എന്നെപ്പോലൊരുത്തൻ ഓടിപ്പോകുമോ? എന്നെപ്പോലൊരുത്തൻ ഓടിപ്പോവോ? നിങ്ങൾക്കറിയാം, അതിൻ്റെ 15-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ സമയപരിമിതിയുണ്ട്. ഒന്ന് വായിക്കാമോ? 52 ദിവസം കൊണ്ട് പതിന് തീർത്തു. ആകെ ഭയപ്പെട്ടു. ഇപ്പൊ പണി തന്നവന്മാരല്ല എന്തായി? അപവാദം ഉണ്ടാക്കാൻ വന്നവരല്ല എന്തായെന്ന് അവര് ഭയപ്പെട്ടു. അടുത്തത്, അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി, ഒന്നുമില്ലാത്തവരെ പോലെ ആയി. അവർക്ക് തങ്ങൾക്ക് തന്നെ കൊള്ളരുതാത്തവരായി തോന്നി, ഞങ്ങൾ ചെറുതായി പോയെന്ന് തോന്നി. അടുത്തത്, ശത്രു ഇപ്പം പറയുകയാണ് ദൈവത്തിൻ്റെ കൈ കൊണ്ട് സാധ്യമാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ആ വാക്യത്തിൽ കണ്ട എന്താണെന്ന് അറിയാമോ? കാരണം അന്വേഷിക്കുക. എന്തോത്തിനാ? അപവാദം പറയാൻ. ആ കര ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ശത്രു അന്വേഷിക്കുന്നുണ്ട് അപവാദം പറയാൻ. അപവാദം പറയാൻ അന്വേഷിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോണം. അപവാദം പറയാൻ അന്വേഷിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോണ്. അപവാദം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചോണ്. അപവാദം ഉണ്ടാക്കുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽ ആത്മനിറവുള്ളവൻ ഓടിപ്പോകല്ല ചെയ്യേണ്ടത്. ആത്മനിറവുള്ളവൻ നെവരെ നിന്നുകൊണ്ട് പണികൾ തീർക്കുമ്പോൾ ശത്രു പറയൂ, ഇല്ല, ഇവന്റെ അടുത്ത് കാരണം കൂടാതെ ഒന്നും നടക്കത്തില്ല, ഇവനെ ജയിപ്പാൻ കഴിയത്തില്ല. തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നുന്നു, തങ്ങൾ തന്നെ ഒന്നുമില്ലാത്തവരായി തോന്നുന്നു. യേശുവിൻ്റെ നാമത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം അടുത്ത 10 മിനിറ്റിൽ ഞാൻ പറയാൻ പോവുകയാണ്. ഒത്തിരി ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത
എല്ലാവരും കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഇത്ര നേരം പറഞ്ഞത് ഗ്രഹിച്ചില്ലെങ്കിലും ഇനിയും പറയുന്നത് ഗ്രഹിച്ചോണ്. അവൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത പറയാൻ പോവുകയാണ്. നമ്മുടെ ചിന്ത എന്താ ഇന്നത്തെ? കാരണം കൂടാതെയുള്ള വിഷയങ്ങൾ. കാരണം കൂടാതെ വിഷയം വന്നാൽ അതിൻ്റെ റിസൾട്ട് എന്താ? ശ്രേയസ്, അഭിവൃദ്ധി. ഇതെങ്കിലും മറക്കരുത് കേട്ടോ. കാരണം കൂടാതെ നീ നൊമ്പരപ്പെടാറുണ്ടോ? കാരണം കൂടാതെ കരയാറുണ്ടോ? യോ, കാരണം കൂടാതെ വേദനപ്പെട്ടിട്ടുണ്ടോ? അറിയാത്ത കാര്യത്തിന്, ചെയ്യാത്ത തെറ്റിന് ഒത്തിരി കരഞ്ഞിട്ടുണ്ടോ? ഓർത്തോണ്ട് അഭിവൃദ്ധി വരാൻ സമയമായി. അഭിവൃദ്ധി വരാൻ സമയമായെന്നേ, ഉയർച്ച വരാൻ സമയമായി. അതാ പണി 52 ദിവസം കൊണ്ട് തീർന്നു. മതിൽ പണി 52 ദിവസം കൊണ്ട് തീർന്നെന്നേ. ഇപ്പം ശത്രു പറയാണ് അപവാദത്തിന് കാരണം നോക്കിയിരുന്ന, പക്ഷേ ഒരു കാരണവും കിട്ടിയില്ല. ഇപ്പം അവർ പറയാണ് ഞങ്ങൾ അല്പന്മാരായി തോന്നി. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത പറയുന്നു. അപ്പോസ്തലപ്രവൃത്തി 19:40. അപ്പോസ്തലപ്രവൃത്തി 19:40. ഇന്നത്തെ കലഹത്തിന് അത്രയിട നിങ്ങളൊന്ന് വട്ടവിടാവോ? ഇന്നത്തെ കലഹത്തിന് കാരണമില്ല. ഇത് പൗലോസ്ലിയക്കെതിരെ പ്രവർത്തിച്ച പ്രയോഗങ്ങളാണ്. എഫെസോസ് പട്ടണത്തിൽ 19 ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? 1. എഫെസോസിൽ എത്തിച്ചില ശിഷ്യന്മാരെ കണ്ടു. മതി. അപ്പൊ എഫെസോസ് പട്ടണത്തിൽ എത്തിയപ്പോൾ പിശാചിന്റെ കുടിയിരിപ്പ്. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഒരാൾ പോലും വേണ്ടാത്തടത്തെങ്ങും പോകരുത്. അത്ര ഞാൻ ഇന്ന് പറയുന്നുള്ളൂ. മനസ്സിലായെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ട്. വീട്ടിൽ പോയി വയറ് നിറച്ച് കഴിച്ചേച്ച് പോയി കിടന്ന് ഉറങ്ങിക്കോണം. മനസ്സിലായെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ടെ. മനസ്സിലായെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശു കർത്താവിൻ്റെ നാമത്തിൽ ആമേൻ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. പിശാചിൻ്റെ കൂട്ടുകെട്ടുകൾ തകരട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ. എഫെസോസ് പട്ടണത്തിൽ എത്തിയപ്പോൾ പട്ടണത്തിൽ കലഹമുണ്ടാക്കുന്നു. സ്തോത്ര. പ്രശ്നങ്ങളായി, പ്രതിസന്ധികളായി, വലിയ പ്രതികൂലങ്ങൾ. ദെമത്രിയോസ് എന്ന് പറയുന്ന ഒരുവൻ, അവൻ്റെ ജോലി എന്തായിരുന്നറിയാമോ? എന്തായിരുന്നറിയാം? ഗോൾഡ് സ്മിത്ത്. എന്താ ഗോൾഡ് സ്മിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സ്വർണ്ണമൊക്കെ പണി ചെയ്യുന്ന ആള്. അപ്പൊ പുള്ളി സ്വർണ്ണപ്പണി ചെയ്യുന്ന ആളായിരുന്നു. പുള്ളിയുടെ ജോലിക്കൊരു ക്ഷീണം തട്ടി. പൗലോസ്ലിയ വന്നപ്പോൾ എല്ലാവരും സ്വർണ്ണം എല്ലാം എന്ത് ചെയ്യാണ്? ബിംബങ്ങളൊന്നും എടുക്കുന്നില്ല, എല്ലാം വലിച്ചെറിയാണ്. ഉടനെ പ്രശ്നം ഉണ്ടാക്കി ആര്? ദെമത്രിയോസ്. ശ്രദ്ധിച്ചോണം, ചില ദെമത്രിയോസുമാര് ആവശ്യമില്ലാതെ കലഹം പൗലോസിന് നേരെ കൊണ്ടുവന്നു. ഇനിയും പറയുന്നത് ശ്രദ്ധിക്കുക. സഭ കൂടി, ദേശാധിപതി മക്കൾ കൂടി പ്രശ്നം പരിഹരിക്കാൻ വിളിച്ചു. വലിയ ബഹളം. പക്ഷേ ദേശത്തിൻ്റെ അധിപതി എഴുന്നേറ്റ് പറഞ്ഞ ഭാഗമാണ് നാം വായിച്ചത്. ഇന്നത്തെ കലഹത്തിന് കാരണമില്ല. അങ്ങനെയാണെങ്കിൽ കാരണം ഉണ്ടേലല്ലേ ശിക്ഷിക്കാനൊക്കത്തുള്ളൂ. കാരണമില്ലാത്തോണ്ട് സഭ പിരിച്ചുവിട്ടു. അങ്ങനെ അധ്യായം സമാപിക്കുന്നേ അല്ലേ? സഭ പിരിച്ചുവിട്ടെന്നും പറഞ്ഞ കാരണമൊന്നും ഇല്ലാത്തോണ്ട് സഭ പിരിച്ചുവിട്ടെന്ന് പറഞ്ഞ ആ അധ്യായം അവസാനിക്കുന്നേ. ഇന്ന് പകൽ ഇല്ലാത്ത കാര്യത്തിന് കാരണം ഉണ്ടാക്കാൻ ശ്രമിച്ച് വട്ടം കൂട്ടി ആലോചന കൂടുമ്പോൾ ഒരു പിരിച്ചുവിടലിൻ്റെ പകലായിട്ട് മാറട്ടെ. ഒരുവൻ എഴുന്നേറ്റിട്ട് പറഞ്ഞ് ദേശത്തിൻ്റെ ചുമതലയുള്ള ആള് വന്നേച്ച് ഇങ്ങനെ പറയുകയാണ്, അതെ, ഇന്നത്തെ കലഹത്തിന് പ്രത്യേകിച്ച് കാരണമില്ല. യേശുവിനെ കുറിച്ച് ഞാൻ ഈ ഭാഗം വിടുകല്ല, പ്രാർത്ഥിക്കാൻ, ഈ വിഷയം വെച്ചാൽ പ്രാർത്ഥിക്കാൻ പോകുന്നു. യേശുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒത്തിരി വാക്യങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ലൂക്കോസ് 23:14-15, ലൂക്കോസ് 23:22, മാർക്കോസ് 14:55-56, മാർക്കോസ് 14:55-56 ഒന്ന് വായിക്കാമോ? മാർക്കോസ് 14:55-56.
Gospel of Mark chapter 14 verses 55 and 56. അനേകർ അവന്റെ നേരെ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടും ഒത്തുവന്നില്ല. ലൂക്കോസ് 23:14-15, ലൂക്കോസ് 23:22. 3 വട്ടം അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഒരു കാരണവും കണ്ടില്ല, ഒരു കുറ്റവും യേശുവിൽ കണ്ടില്ല, ഒരു കുറ്റവും കണ്ടില്ല. യേശുവിനെ ശ്രദ്ധിച്ചേ, ഒരു കുറ്റവും ഒരു കാരണവുമില്ലാതെ ശിക്ഷിച്ചു. പക്ഷേ ഫിലിപ്പി ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന എന്താണെന്നറിയാമോ? ദൈവം അതുകൊണ്ട് അവനെ ഏറ്റവും ഉയർത്തി, സകല നാമത്തിനും മേലായ നാമം നൽകി, നാമം കൊടുത്തു. അങ്ങനാണെങ്കിൽ ഒരു കുറ്റവും കൂടാതെ, ഒരു വിഷയവുമില്ലാതെ ജീവിതത്തിൽ ഒരു തിന്മ കടന്നു വന്ന്, അപമാനങ്ങൾ കടന്നു വന്ന് ഭാരപ്പെടുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, അതിനകത്തൊരു ശ്രേയസ്സുണ്ട്, അതിനകത്തൊരു ഉയർച്ചയുണ്ട്, അതിനകത്തൊരു നന്മയുണ്ട്, അതിനകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്, അതിനകത്തൊരു അത്ഭുതമുണ്ട്. വിശ്വസിക്കാമോ? കർത്താവിന് നേരെ കുറ്റം കണ്ടെത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല. ഞാൻ അയച്ച അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇന്നത്തെ കലഹത്തിന് കാരണമൊന്നുമില്ല. ഇനി എന്നെ ശ്രദ്ധിച്ച് എല്ലാവരും ബൈബിൾ ഒന്ന് അടച്ചു വെച്ച്. കാരണമില്ലാത്ത കലഹം, കാരണമില്ലാത്ത പ്രശ്നം, കാരണമില്ലാത്ത പ്രതിസന്ധി, കാരണമില്ലാത്ത രോഗം, കാരണമില്ലാത്ത ശാപം, കാരണമില്ലാത്ത പൈശാചിക പോരുകൾ, പൈശാചിക ബന്ധനങ്ങൾ, അത് പ്രതിസന്ധിയായി കുടുംബങ്ങളിൽ നിൽക്കുമ്പോൾ ഇന്ന് പകലൊരു ജയം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര തവണ കലഹമുണ്ടായി, എത്ര തവണ പ്രശ്നങ്ങൾ വന്നു, എത്ര തവണ പ്രതികൂലങ്ങൾ വന്നു? കുടുംബത്തിനകത്ത് കലഹങ്ങൾ, ഭാര്യ ഭർത്താവ് കലഹങ്ങൾ, മക്കൾ കലഹം. പക്ഷേ കാരണമല്ലോ ഉണ്ടോ? ഇന്നത്തെ കലഹത്തിന് കാരണമില്ല. കാരണം നോക്കിയാൽ നമ്മുടെ മലയാളി ഭാഷയിൽ പറഞ്ഞാൽ ഉള്ളി പൊളിച്ച പോലെ ഉള്ളെന്ന് നമ്മൾ പറയും. ഉള്ളി പൊളിച്ച പോലെ ഉള്ളെന്ന്. സ്തോത്രം. കാരണമില്ല. പക്ഷേ കാരണം കൂടാതെ പ്രതിസന്ധികൾ ജീവിതത്തെ തകർക്കുന്നു. കാരണം കൂടാതെ പ്രതികൂലങ്ങൾ ജീവിതത്തിൽ വരുന്നു. കാരണം കൂടാതെ വീട്ടിനകത്ത് അനർത്ഥങ്ങൾ വരുന്നു, പ്രതിസന്ധികൾ വരുന്നു. യേശു ദൈവാലയത്തിൽ ചെന്നപ്പോൾ കൂനിയായ ഒരു സ്ത്രീയെ കണ്ടു. കൂനിയായ സ്ത്രീയെ കണ്ടിട്ട് ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം പരിശോധിക്കുമ്പോൾ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാ കാണുന്നത്. 18 വർഷമായി അതെ കൂനിയായിരുന്ന ഈ സ്ത്രീയെ 18 വർഷമായി, 16-ാമത്തെ വാക്യം, 18 വർഷമായി കൂനി പിടിച്ച ഒരു സ്ത്രീയെ കണ്ടിട്ട് സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരിക്കുന്ന അബ്രഹാമിന്റെ മകളായി ഇവളെ ശാബത്ത് നാളിൽ ഈ ബന്ധനം. അപ്പോൾ എല്ലാ രോഗവും രോഗമല്ല, ചിലത് പൈശാചിക പോരുകളാണ്. എല്ലാ കലഹവും കലഹമല്ല, ചിലത് ദുഷ്ടൻ കൊണ്ടുവരുന്ന കലഹമാണ്, ചിലത് ദുഷ്ടൻ കൊണ്ടുവരുന്ന തന്ത്രങ്ങളാണ്, ചിലത് ചില ആഭിചാര ശക്തികളുടെ പോരുകളാണ്. എന്നാൽ പൗലോസ്ലിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇന്നത്തെ കലഹത്തിന് കാരണമില്ല, അതുകൊണ്ട് സഭ പിരിച്ചുവിടുക എന്ന് പറഞ്ഞ് അവിടെ ശാന്തരാക്കിയെങ്കിൽ ഇന്ന് മകൾ കാരണം കൂടാതെ അനുഭവിക്കുന്ന വേദനകൾക്ക് ഒരു സ്വസ്ഥത ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കാരണം കൂടാതെ അനുഭവിക്കുന്ന ചില രോഗത്തിന്റെ ശക്തികളിൽ നിന്ന് ഒരു വിടുതൽ അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? കാരണം കൂടാതെ അനുഭവിക്കുന്ന പൈശാചിക വെല്ലുവിളികളിൽ നിന്ന് ഒരു വിടുതൽ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കാരണം കൂടാതെ നീ ജീവിതത്തിൽ അനുഭവിക്കുന്ന പകയുടെ അനുഭവങ്ങൾ, നമ്പരത്തിന്റെ അനുഭവങ്ങൾ, ഒരു വിടുതൽ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്?
എത്ര പേർ അങ്ങനെ ഒരു വിടുതലിന് ആഗ്രഹിക്കുന്നു? ഞാൻ കാരണം കൂടാതെ എൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ അനുഭവിക്കുന്നു, ചില കലഹങ്ങൾ അനുഭവിക്കുന്നു, ചില നൊമ്പരങ്ങൾ അനുഭവിക്കുന്നു. ഒരു ദിവസം സ്വസ്ഥതയുണ്ട്, അടുത്ത ദിവസം സ്വസ്ഥതയില്ല. ഒരു കാരണവുമില്ല, ഒരു കാരണവുമില്ല കലഹത്തിന്, ഒരു കാരണവുമില്ല. ഇന്ന് പകൽ ഒരു അഭിവൃദ്ധി വേണം, ദൈവത്തിൻ്റെ ശ്രേയസ് ഉണ്ടാകണം. കാരണം കൂടാതെയുള്ള ദുഷ്ടന്റെ പദ്ധതികൾ പൊട്ടിമാറണം, പൈശാചികന്റെ തന്ത്രങ്ങൾ അഴിഞ്ഞു മാറണം, വീട്ടിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ, ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഒരു ദൈവപ്രവൃത്തി കൂടാരങ്ങളിൽ വെളിപ്പെടട്ടെ, ഒരു ദൈവപ്രവൃത്തി സഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ, ഒരു ദൈവപ്രവൃത്തി സഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ. കാരണം കൂടാതെ കലഹങ്ങൾ സഭയ്ക്കകത്ത് ഉണ്ടാകരുത്, കാരണം കൂടാതെ വിഷയങ്ങളെ ഒരു പ്രതിസന്ധികൾ ഉണ്ടാകരുത്, കാരണം കൂടാതെ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകരുത്, കാരണം കൂടാതെ ഒരു വിഷയങ്ങൾ ഉണ്ടാകരുത്, കാരണം കൂടാതെ ഒരു രോഗം ശരീരത്തിൽ വരരുത്. കരമുയർത്തിപ്പിടിക്കാമോ? പ്രാർത്ഥിച്ചേ. ചില രോഗശക്തികൾ അഴിഞ്ഞു മാറട്ടെ. കാരണം കൂടാതെയുള്ള ചില രോഗങ്ങൾ, നീ അറിയാതെ ശരീരത്തിൽ വന്ന രോഗത്തിന്റെ കണികൾ, ബാധകൾ, പോരുകൾ വിട്ടുപോ, വിട്ടുപോ. ശാരീരിക രോഗങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ഒരു കാരണമില്ലാതെ അനുഭവിക്കുന്ന മനോവേദനകൾ അഴിഞ്ഞുപോ. കാരണമില്ലാതെ വീട്ടിനകത്ത് വരുന്ന കലഹങ്ങൾ, കാരണമില്ലാതെ വീട്ടിനകത്ത് വരുന്ന പ്രതികൂലങ്ങൾ യേശു കർത്താവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗങ്ങൾ ചിലത് അഴിഞ്ഞു പോകട്ടെ, ശരീരത്തിൽ അനുഭവിക്കുന്ന വ്യാധികൾ ചിലത് അഴിഞ്ഞു പോകട്ടെ, പൈശാചിക തന്ത്രങ്ങൾ അഴിഞ്ഞു മാറട്ടെ, യേശു ക്രിസ്തുവിന്റെ ശക്തി വെളിപ്പെടട്ടെ. കാരണം കൂടാതെ നീ അനുഭവിക്കുന്ന വേദന, ഭാരം, പ്രയാസം യേശുവിൻ നാമത്തിൽ വിട്ടു പോ. തിരിച്ചു വാ, തിരിച്ചു പിടിക്കേ, തിരിച്ചു പിടിക്കേ, സ്വസ്ഥത തിരിച്ചു പിടിക്കേ, ജീവിതത്തെ തിരിച്ചു പിടിക്കേ, ജീവിതത്തെ തിരിച്ചു പിടിക്കേ. കലഹങ്ങൾ വിടവറ, വീടുകൾ സ്വസ്ഥതയിലേക്ക് വാ, ഭവനങ്ങൾ സ്വസ്ഥതയിലേക്ക് വാ, ജീവിത അനുവാദ വിശുദ്ധിയിലേക്ക് വാ. കാരണം കൂടാതെയുള്ള കലഹങ്ങളും, കാരണം കൂടാതെയുള്ള പകയ്ക്കുന്ന അനുഭവങ്ങൾ, കാരണം കൂടാതെ വേദനപ്പെടുന്ന അനുഭവങ്ങൾ ഞങ്ങൾ യേശുവിൻ നാമത്തെ അതിനെ ശാസിക്കുന്നു. ജനത്തിനൊരു വിടുതൽ കൽപ്പിക്കുന്നു, ജനത്തിന് സൗഖ്യം കൽപ്പിക്കുന്നു, ജനത്തിന്റെ ഇടയിൽ അത്ഭുതം സംഭവിക്കട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താവിനോട് കാരണം കൂടാതെ ഉപദ്രവങ്ങൾ ചെയ്തു, ഒരു കുറ്റവും കണ്ടില്ല. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കാരണം കൂടാതെ അനുഭവിക്കുന്ന വേദനകളെ കണ്ട് ഭാരപ്പെടുകയല്ല, മറിച്ച് അതിനകത്തൊരഭിവൃദ്ധി, തൻ്റെ ദാസനൊരഭിവൃദ്ധി ഉണ്ടെന്ന് വിശ്വസിച്ച് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഈ ശുശ്രൂഷയിൽ ഇന്ന് പകൽ ഒരു ദൈവപ്രവൃത്തിയായി, ജീവിതത്തിൽ വിടുതലായി, ജീവിതത്തിൽ മഹത്വമായി നമ്മുടെ കുടുംബങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാം ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് ഒരു ദൈവപ്രവൃത്തി അയച്ചെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? നിങ്ങളുടെ ഭവനങ്ങൾ സ്വസ്ഥതയുള്ളതാകണം, വിടുതലിൻ്റെതായി മാറണം, കാരണമില്ലാത്ത പ്രതികൂലങ്ങൾ മാറിപ്പോകണം, കാരണമില്ലാത്ത കലഹങ്ങൾ ഒഴിഞ്ഞു മാറണം, കാരണമില്ലാത്ത പ്രതിസന്ധികൾ ഒഴിഞ്ഞു മാറണം, കാരണമില്ലാതെ വരുന്ന രോഗങ്ങൾ ഒഴിഞ്ഞു മാറണം, കാരണമില്ലാതെ വരുന്ന പൈശാചിക പോരുകൾ അടിക്കടി ഉണ്ടാകുന്നത് ഒഴിഞ്ഞു മാറണം. അത് സംഭവിക്കുന്ന ദൈവപ്രവൃത്തി കർത്താവ് അയച്ചു. ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ എബനേസർ ജോർജ്